ഹായ് ഫ്രണ്ട്സ്, വി എം ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയ യു എസ് ബി ചാർജർ വെച്ച് അതിനെ നമ്മളൊരു USB LED ആയിട്ട് ഉണ്ടാക്കാം. അത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. സിമ്പിളാണ്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഇത് സിമ്പിൾ ടെക്നിക്കാണ്. നോക്കിക്കോളൂ. നമുക്കിതിന് ആവശ്യമായി വന്ന് പഴയ ഒരു USB യുടെ നമ്മൾ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുന്ന പിന്നാണ് USB. കണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. പറഞ്ഞാൽ അത് ചീത്തയായാലും കുഴപ്പമില്ല. ചീത്തയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഇവിടെ ആയിട്ട് അതിൻ്റെ ആ USB അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് 2 ലെഗ് കിട്ടും. 2 ഫസ്റ്റത്തെ ലെഗും ലാസ്റ്റത്തെ ലെഗും മതി നമുക്ക്. ഓക്കെ, ഇനി വേണ്ടത് ഈ LED ആണ്. ഈ LED ഈ വയറും ഇത് രണ്ടും നെഗറ്റീവും പോസിറ്റീവും അതിൽ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു പൈപ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്കത് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാപ്ടോപ്പിലേക്ക് കുത്തിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കീബോർഡിലേക്ക് കിട്ടുന്ന രീതിയിലായിട്ട് വെക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മാത്രം മതി. ഇത് ചുമ്മാ കാണിക്കുന്നുള്ളൂ. നമുക്ക് ശരിക്കും ആ USB കേബിളും ആ LED മാത്രം മതി. ആർക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചൊരു ബേസിക് അറിയാൻ പാടാത്ത ആർക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സിമ്പിളാണിത്. ഇപ്പോൾ വീട്ടിൽ കേടായി കിടക്കുന്ന USB കേബിളൊക്കെ എടുത്ത് നമുക്ക് ഉണ്ടാക്കിയാണെങ്കിൽ നമുക്ക് ഒരു ചാർജർ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് ഇത്രയൊന്നും ഇപ്പം നമുക്ക് ആ ചാർജർ അത്ര പവറൊന്നും വലിക്കില്ല. നമുക്ക് ചാർജിലേക്ക് കുത്തിയിട്ട് തന്നെ വെട്ടം ഉണ്ടാവും. നമുക്ക് ടേബിൾ ലാമ്പ് വെച്ച് വയറൊക്കെ കൂട്ടി ടേബിൾ ലാമ്പാക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ആ വയറിൻ്റെ ഒക്കെ നമുക്ക് ആ USB നിന്ന് വയറിപ്പം കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മളിപ്പോൾ വയർ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് റെഡും ബ്ലാക്കും ആണ്. പച്ചയും വെള്ളയും നമുക്ക് ആവശ്യമില്ല, നമുക്കത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് റെഡും ബ്ലാക്കും ആണ്. അപ്പോൾ നമുക്ക് പച്ചയും വെള്ളയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റെഡും ബ്ലാക്കും കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ ഞാനിവിടെ സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സോൾഡറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും ആ LED ഇടയിലേക്ക് നമ്മളുടെ ഇപ്പോൾ അതിൽ LED എഴുതിയിട്ടുണ്ടാവും, പ്ലസും മൈനസും ഇട്ടിട്ടുണ്ടാകും. പ്ലസിൻ്റെ അവിടേക്ക് ആ ചുമല വയറും കയറ്റുക, മൈനസ് ഇട്ടേക്കുന്നിടത്ത് ആ മൈനസ് വയറും കയറ്റുക. ഓക്കെ, ഞാനിപ്പോൾ അവിടെ സോൾഡർ ചെയ്ത് വെക്കണത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പുതിയൊരു ചാനലാണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പം ലെഡ് അതിൽ കുറച്ച് ലെഡ് പിടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചാലും മതി. ഇതിപ്പോൾ ഞാനത് ചുമ്മാ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ആ വീഡിയോയിൽ കാണാം, പൊളിഞ്ഞു പോയായിരുന്നു ഇത്. ഓക്കെ, മിക്കവാറും നിങ്ങൾക്ക് കടയിൽ ചെല്ലുമ്പോൾ ഈ LED കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള LED ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കാണുമ്പോൾ ഇച്ചിരി ഈ മേടിക്കുന്ന നേരത്ത് ഈ ഹീറ്റ് സിങ്കിൻ്റെ ബ്ലാക്ക് കളറുള്ള ഹീറ്റ് സിങ്കുള്ള LED നോക്കി മേടിക്കുക. അതാകുമ്പോൾ നല്ല വെട്ടം ഉണ്ടാവും, മറ്റേതാകുമ്പോൾ വെട്ടമില്ല. ഇപ്പം ഞാൻ നമ്മൾ ആദ്യം കാണിച്ച ഒരു ചെറിയ കമ്പി കഷ്ണം ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചുണ്ടി ഫ്ലെക്സിബിൾ ആകും. നമുക്കപ്പോൾ അല്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്ക് സെല്ലോ ടേപ്പ് പൊട്ടിക്കാം. അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോകുന്നു. സോൾഡിങ് ചെയ്താൽ അത് വിട്ടുപോകുന്നു. എന്ന് വെച്ചാൽ അത് വേറെ തരം മെറ്റലാണ്. അത് ഇച്ചിരി തുരുമ്പുണ്ടായിരുന്നു. നല്ല വെട്ടോളം LED നോക്കിയെടുത്തപ്പോൾ അതാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ടുണ്ട്. നമുക്കിന്നെ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിക്കാം. ഓക്കെ, സെല്ലോ ടേപ്പ് പൊട്ടിച്ചു. ഇനി നമുക്കൊന്ന് ഞാനിത് കാണിച്ചാൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിച്ചാൽ. ഇപ്പോൾ എൻ്റെ പവർ ബാങ്ക് ചാർജ് ചെയ്യില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഹോം തിയേറ്ററിൻ്റെ ഏത് USB പോർട്ടിൽ കുത്തിയാലും ഇത് വർക്ക് ചെയ്യും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇത് ഫ്ലെക്സ് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ മൂഡൊന്ന് ചേഞ്ച് ചെയ്യട്ടെ എൻ്റെ. ഇപ്പോൾ TVയിലാണ് ഇത് കണ്ടോ, അടിപൊളി വെട്ടമായിരിക്കും. നമുക്ക് കണ്ടോ, അടിപൊളി വെട്ടമാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമുക്ക് അത്യാവശ്യം ഒരു ടേബിൾ ലാമ്പാക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പഠിക്കാനൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ചാർജറിൻ്റെ കുത്തിയിട്ട് നമുക്ക് അവിടെ എല്ലാം വെക്കാം. നല്ല വെട്ടം ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി വയർ എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ വയറൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പൊക്കത്ത് അടുത്തൊക്കെ വെച്ചിട്ട് ടേബിളായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്ര വയറൊന്നും വേണമെന്നില്ല. ശരിക്കും ഇത്രയും വയറില്ല, നമുക്ക് ആവശ്യത്തിനൊക്കെ വയറിടാം. അത്രയൊന്നും കുഴപ്പമൊന്നുമില്ല.
ഇപ്പോൾ നമുക്കിത് കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു 5 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ USB യുടെ ഈ ഫീമെയിൽ പോർട്ട് കിട്ടും. അതൊരെണ്ണം വാങ്ങിയാലും മതി. താങ്ക്സ് ഫോർ